കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. അതിഥി തൊഴിലാളികളുടെ കൂലി നിശ്ചയിക്കുന്നത് അവർ തന്നെയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വെളിപ്പെടുത്തി. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളാണ്. അവർ അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് കൂലി നിശ്ചയിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ ദിവസം 900 രൂപയാണ് കൂലിയെങ്കിൽ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ 1200 രൂപയെങ്കിലും കൂലി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. മാത്രവുമല്ല, തിരികെ വരാനുള്ള പണം ആദ്യമേ അയച്ചു കൊടുക്കണം. കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വില വർധനവും തൊഴിലാളികളുടെ കൂലി വർധനവും കൊണ്ട് കെട്ടിട നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമ്മളെ ഒരു തൊഴിലാളി പോലും പുതുതായിട്ട് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അവർ എല്ലാ മേഖലയിലും, നമ്മൾ നിർമ്മാണ മേഖലയിൽ മാത്രമല്ല മുഴുവൻ മേഖലയും അവർ കൈയടിക്കിട്ടായിരുന്നു. അപ്പോൾ ഇനി കേരളത്തിൽ അങ്ങോട്ട് തൊഴിൽ മേഖലയിൽ അവർ നിശ്ചയിക്കുന്ന കൂലിയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് സർക്കാർ ഇടപെടുന്നില്ല. മറ്റ് ഇതര മേഖലയിലെ ആരും തന്നെ, രാഷ്ട്രീയ പാർട്ടി ആയാലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയ്ക്കില്ല തൊഴിലാളി സംഘടനകളും ഒന്നും ഇടപെടാത്ത ഒരു സാഹചര്യത്തിലാണ് സ്വതന്ത്ര സംഘടന എന്ന നിലയിൽ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ജില്ലയിൽ നിന്ന് 50 രൂപയ്ക്ക് മുറിച്ചെടുക്കുന്ന ചെങ്കല്ലുകൾ ജില്ലയുടെ ആവശ്യത്തിന് പൂർണ്ണമായും കൊടുക്കാതെ കോഴിക്കോട് ജില്ലയിലേക്കാണ് ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത്. ഈ കല്ലുകൾ കോഴിക്കോട് നിന്നുള്ള എഞ്ചിനീയർമാർക്ക് കൂടിയ വിലയ്ക്ക് കൊടുക്കുന്ന സ്ഥിതിയാണ്. ഇത് തടയുക മാത്രമേ ഇനി നമ്മുടെ മുന്നിൽ വഴിയുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവരുടെ വില വർധനവ് അല്ല നമ്മുടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. വില വർധനവിൽ സാധാരണഗതി തൊഴിലാളികൾക്ക് പൈസ കൊടുക്കണം, മറ്റ് ഒരുപാട് ചെലവുകളുണ്ടാകാം. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ നമുക്കുണ്ടാകുന്ന പ്രയാസം കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ല, ഈ 3 ജില്ലകളിൽ കൂടിയാണ് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ചെങ്കല്ല് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ചെങ്കല്ല് വിതരണം ചെയ്യുമ്പോൾ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലക്ക് ചെങ്കല്ല് കൊടുക്കാതെ, കണ്ണൂർ ജില്ലയിലേക്ക് വളരെ തുച്ഛമായ, അതായത് ഏകദേശം 15% കല്ലുകൾ മാത്രമേ കണ്ണൂർ ജില്ലക്ക് ഇവർ വിതരണം ചെയ്യുന്നുള്ളൂ. മറ്റ് കല്ലുകൾ വിതരണം ചെയ്യുന്നത് വയനാട് ജില്ലക്കും അതിലേറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലക്കുമാണ് നമ്മുടെ ജില്ലയിൽ നിന്ന് കല്ലുകൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന കല്ലുകൾ നമ്മുടെ ജില്ലയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ മറ്റ് ജില്ലകളിലേക്ക്, അതായത് നമ്മുടെ വയനാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഈ കല്ലുകൾ വിതരണം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ നടക്കേണ്ട നിർമ്മാണ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ഇപ്പോൾ ഒരുപാട് നിശ്ചലമായിക്കൊണ്ടിരിക്കുക. ജില്ലാ പ്രസിഡന്റ് പി ദാമോദരൻ, സെക്രട്ടറി MV ഗംഗാധരൻ, വൈസ് പ്രസിഡന്റ് U മധു, KP ശശി, K രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.